നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ശുഭവാർത്ത എത്തുന്നു. അദ്ദേഹം ഇന്ന് കളിക്കാനിറങ്ങും. ഇപ്പോൾ കഴിഞ്ഞ 1-2 മത്സരങ്ങൾ അദ്ദേഹം ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് കളിച്ചില്ല. അദ്ദേഹത്തിന് പരിക്കില്ല, ക്ഷീണിതനാണ്, മസിൽ ഓവർലോഡാണ് എന്നൊക്കെ ഇങ്ങനെ മഷറാനോയും ഇന്റർ മയാമിയും ഒക്കെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നതായിരുന്നു മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഹവിർ മഷറാനോ ചില കാര്യങ്ങൾ മെസ്സിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ അവരുടെ മത്സരം ഷാർലറ്റ് എഫ് സിക്കെതിരെയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഇന്റർ മയാമിയുടെ മൈതാനത്താണ് MLS-ൽ ഈ മത്സരം നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹവിർ മഷറാനോ മെസ്സിയെക്കുറിച്ച് പറഞ്ഞു, മെസ്സി ഈസ് മച്ച് ബെറ്റർ. മെസ്സി ഇപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത മത്സരം കളിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ഞങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അദ്ദേഹം കളിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പോസിബിലിറ്റി. യെസ്, ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് എന്നാണ് മഷറാനോ പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു മെസ്സി എന്തായാലും കളിക്കും, അദ്ദേഹം ഓക്കെയാണ്. എല്ലാ ഇൻഡിക്കേഷൻസും ലഭിക്കുന്നത് മെസ്സി ഈ മത്സരം കളിക്കും, അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഏതായാലും അദ്ദേഹം കാവലിയർ എഫ് സിക്കെതിരെയുള്ള മത്സരം കളിക്കുമോ എന്ന കാര്യത്തിൽ ഈ കളി കൊണ്ട് ഒരു ഗ്യാരണ്ടിയുമില്ല ഏതുകൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇനിയിപ്പം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ 2ാം പാദ മത്സരമുണ്ട്. ആദ്യ പാദത്തിൽ വിജയിച്ച് കയറിയതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല ആ കളി എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കും. അപ്പം ഈ വിഷയത്തിൽ മഷറാനോ ഇപ്പോൾ ആരാധകർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, മെസ്സി വരും എന്നുള്ള, മെസ്സി കളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ടിക്കറ്റ് എടുത്ത് വരുന്നത്. ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വരുന്നു, അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യങ്ങൾ മൂടി വെക്കുകയാണ് എന്നൊക്കെയുള്ള ആ ഒരു വലിയ വിമർശനങ്ങൾ വരുന്നു. അപ്പോൾ അതിനോട് ഇപ്പോൾ മഷറാനോ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ആരാധകരുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും മെസ്സിയെ കാണണം കളിക്കളത്തിൽ. ഞാനും അങ്ങനെ തന്നെയാണ്, ഒരു കോച്ച് എന്ന നിലയിൽ ഞാനും കാണുന്നത് എൻ്റെ ടീമിലെ മികച്ച താരത്തെ കളിക്കളത്തിൽ കാണുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ടീം ഏറ്റവും ബെസ്റ്റ് ലെവലിൽ കളിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മെസ്സിയുടെ കാര്യത്തിൽ. ഇനി മെസ്സി എന്നല്ല, ഏത് താരമാണെങ്കിലും ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ദി ടൈം ടു റിസ്ക് എനിത്തിങ് എന്നാണ് ഇപ്പോൾ ഹവിർ മഷറാനോ പറയുന്നത്. ഏതായാലും മഷറാനോ ഇങ്ങനെ മെസ്സിയുടെ പരിക്കിൻ്റെ കാര്യമൊന്നും പുറത്തു വിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജൻറ്റീനയെ സഹായിക്കാനാണ് എന്നൊക്കെ ചില ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഏതായാലും മഷറാനോക്ക് അദ്ദേഹത്തിൻ്റെ ടീമിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇന്റർ മയാമിയെ സഹായിക്കണം. അതിന് ഏറ്റവും മികച്ച രൂപത്തിൽ മെസ്സിയെ അവർക്ക് കളിക്കളത്തിൽ വിടുകയും വേണം. ഇനിയിപ്പോൾ മെസ്സി ഇല്ലെങ്കിൽ, മെസ്സിക്ക് പരിക്കാണ് എന്നങ്ങ് പറഞ്ഞാൽ അത് അവരുടെ ടിക്കറ്റ് സെയിലിനൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് മൂടി വെക്കുകയാണെന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ഒരു സഹായമല്ലേ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.